CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തന് കടിയേറ്റു. തുടർച്ചയായുള്ള തെരുവുനായ ആക്രമണത്തിൽ ആശങ്കയോടെ ക്ഷേത്രനഗരി. കൊമ്പൻ ഗോകുൽ ഇനി ഓർമ്മ. ഗുരുവായൂർ ആനത്താവളത്തിൽ ഉച്ചയ്ക്ക് 12:30യോടെയാണ് അന്ത്യം. ചരിഞ്ഞത് 2007, 2011, 2023 വർഷങ്ങളിൽ ആനയോട്ടത്തിൽ വിജയിയായ ഗജവീരൻ. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. 40,000 രൂപയോളം നഷ്ടപ്പെട്ടു. ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്താണ് കവർച്ച. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാണിപ്പയ്യൂരിൽ സജ്ജമാക്കിയ ബദനി പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13ാം വാർഡ് പെരുമണ്ണിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം MLA നിർവഹിച്ചു. DYFI കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിഥുൻ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്കൂൾ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് എരുമപ്പെട്ടി സ്വദേശി MS മുഹമ്മദ് സയാനെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. വേലൂരിൽ ശബരിമല സംരക്ഷണ യാത്ര നടത്തി. ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുറുമാൽ കറവത്തൂർ ശ്രീരാമക്ഷേത്ര പരിസരത്തു നിന്നാരംഭിച്ച ഭക്തജന സംഗമയാത്ര വേലൂർ കാർത്യായനി ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ കുണ്ടന്നൂർ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ പോളിയോ തുള്ളിമരുന്ന് നൽകി നിർവഹിച്ചു. ചൂണ്ടൽ പയ്യൂർ സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് രചിച്ച ശ്രീമദ് നാരായണീയ സഹസ്രനാമം പ്രകാശിതമായി. ഒക്ടോബർ 5 മുതൽ 10 വരെ ഗുരുവായൂരിൽ വൈകുണ്ഠാമൃതം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നതെന്ന് ഗ്രന്ഥകാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം കൈക്കാരന്മാർ ചുമതലയേറ്റു. ആറ്റത്ര സീനിയർ CLCയുടെയും ധന്വന്തരി ആയുർവേദ ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗുരുവായൂരിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ സ്വദേശി 61 വയസ്സുള്ള ആനന്ദനാണ് മരിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.